ഹായ്, അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ നോക്കാവേ. വെറും ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ അല്ല, നമ്മളിന്ന് PSC എക്സാമിന് പോകുന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത്. അങ്ങനെ ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല, കുറച്ച് വീഡിയോസൊക്കെ എടുത്ത് വെച്ചിട്ടുള്ളത്. കാരണം സ്ഥിരം ഇത് തന്നെ ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മടുക്കും. അതുകൊണ്ട് ഞാൻ PSCയുടെ ക്ലാസ്സിനൊക്കെ നേരത്തെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് രണ്ടാമത്തെ വട്ടമാണ് PSCയുടെ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. ആകെ രണ്ടാമത്തെ വട്ടം, അതിന് മുമ്പ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ രണ്ടാമത്തെ വട്ടമാണ് ഞാൻ PSCയുടെ എക്സാം എഴുതാനായിട്ട് പോകുന്നത്. അതിൻ്റെ ചെറിയൊരു ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ 19-ാം തീയതി എന്താണെന്ന് അറിയത്തില്ല, രാവിലെ തൊട്ട് തുടങ്ങിയ മഴ വൈകിട്ട് വരെ തോരാതെ പെയ്തിട്ടുണ്ടായിരുന്നു. ആ മഴയ്ക്ക് നമ്മുടെ ഇവിടെയൊക്കെ വെള്ളവും കയറിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ പുറകെ വരുന്നതായിരിക്കും. എന്തിനാണെന്നറിയത്തില്ല. ഇപ്പം ഞാൻ ചെങ്ങന്നൂരാണ്. ചെങ്ങന്നൂരിൽ നിന്നൊരു 1.5 കുറഞ്ഞതൊരു 2 മണിക്കൂറിനകത്തെങ്കിലും വരും. നമ്മൾ ഇവിടുന്ന് ആലപ്പുഴ വരെ പോകണമെന്നുണ്ടെങ്കിൽ ചെങ്ങന്നൂരിൽ 1.5 മണിക്കൂർ അത്രയെങ്കിലുമൊക്കെ പിടിക്കടാ. അപ്പോഴത്തേക്കും എന്തിനാണ് ഇത്രയും ദൂരത്ത് കൊണ്ടിട്ട് നമുക്ക് എക്സാം സെൻറ്റർ വെക്കുന്നതെന്ന് ഒരു പിടുത്തമല്ല. അടുത്തതിൽ വെച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ താമസിച്ച് പോകാമായിരുന്നു എന്നെനിക്ക് തോന്നി. പിന്നെ നല്ല മഴയായതുകൊണ്ട് തന്നെ അച്ഛനും അമ്മയും നേരത്തെ വീട്ടിൽ നിന്ന് ഇറങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാനും അമ്മയും കൂടെ ഒരു 7:30 ആയപ്പോഴത്തേക്കും ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എക്സാമിന് പോകാനായിട്ട്. എന്നെ ആണെങ്കിൽ വീട്ടിൽ നിന്ന് തന്നെ എക്സാമിന് വിടത്തില്ല. എക്സാമിനെന്നല്ല, എന്നെ അങ്ങനെ എങ്ങും തന്നെ ഒറ്റയ്ക്ക് വിടത്തില്ല. അത് കാരണം ഞാൻ ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അമ്മ ഞാൻ ഒറ്റയ്ക്ക് വെക്കോളാം എക്സാം എഴുതാനായിട്ട്. ക്ഷമ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല, അമ്മയും സമ്മതിക്കുന്നില്ല, അച്ഛൻ സമ്മതിക്കുന്നില്ല. അങ്ങനെ പിന്നെ ഞാനും അമ്മയും കൂടെ എക്സാമിന് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ ഒരു 7:30, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഒരു 7:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഇറങ്ങി. നല്ല മഴയായിരുന്നു. കുട പിടിച്ചെൻ്റെ ഉപ്പാടെ വന്ന്. ഞാനാണെങ്കിൽ പോരാത്തതിന് ഷൂ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. വഴിയിൽ ഫുള്ള് വെള്ളമായിരുന്നു. ആ ഷൂ ഫുള്ള് നനഞ്ഞിട്ടുണ്ടായിരുന്നു. നനഞ്ഞ ഷൂ ഒക്കെ വെച്ചിട്ടൊരു മാതിരി ആകെ അള്ളിപ്പുള്ളിയായിട്ടുള്ളൊരു ദിവസമായിരുന്നു വേണമെങ്കിൽ പറയാം. ഞാൻ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ഒന്നും ചെയ്തിട്ട് പോയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കുറച്ചൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എനിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഞാൻ ചെറിയൊരു ഓളത്തിൻ്റെ പുറത്ത് നടക്കുമായിരുന്നു കുറച്ച് നാൾ. അത് കാരണം ഒന്നിനും എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഈ നമ്മൾ സ്ഥിരം കാണുന്ന ഗുഹ, എൻ്റെ വീഡിയോസൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് ഈ ഒരു ഓവർ ബ്രിഡ്ജ് നല്ല രീതിയിൽ അറിയാം. ഞാൻ എപ്പോഴും ഇതിനകത്ത് വരുമ്പോൾ വീഡിയോ എടുക്കും. കറക്റ്റ് ഞങ്ങൾ ബാക്കിലേക്കല്ല സോറി, നമ്മൾ കറക്റ്റ് ഇറങ്ങി വന്ന ടൈമിൽ തന്നെ ഒരു ബസ് വന്നിട്ടുണ്ടായിരുന്നു. എനിക്കിനകത്തിൽ ഈ ഓവർ ബ്രിഡ്ജിൽ കൂടെ പോകുന്ന സമയത്ത് ബസ് വരുന്നത് ഭയങ്കര പേടിയാണ്. എനിക്ക് പറ്റത്തില്ല, എന്നും എനിക്ക് ഭയങ്കര പേടിയാണ്. അത് കാരണം ഞാൻ ബസ് വരുന്ന സമയത്ത് പെട്ടെന്ന് ഞാൻ അതിനകത്തൂടെ കയറിയിട്ട് ഇറങ്ങി പോകാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ചെങ്ങന്നൂർ വന്നിട്ടുണ്ടായിരുന്നു. ചെങ്ങന്നൂർ എവിടെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെങ്ങന്നൂർ അമ്പലത്തിൻ്റെയൊക്കെ ആ ഒരു ഭാഗമാണ്. അവിടെ എന്താണ് നമ്മൾ ബസ്സിന് പോകാനായിട്ട് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കുടയൊക്കെ പിടിച്ചുകൊണ്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുടയൊക്കെ ഒരു കവറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ ബസ് വന്നിട്ടുണ്ടായിരുന്നു. നമ്മളിവിടുന്ന് ചെങ്ങന്നൂർ നേരെ തിരുവല്ലയിലാണ് പോകുന്നത്. തിരുവല്ലയിൽ നിന്നാണ് പിന്നെ നമ്മൾ ആലപ്പുഴയ്ക്ക് പോകുന്നത്. നമ്മളിവിടുന്ന് ബസ് കിട്ടും, പക്ഷേ അത് ഹരിപ്പാട് റൂട്ട് അങ്ങനെ കറങ്ങി കുറച്ച് പോകുന്നതാണ്. അത് കാരണം നമ്മൾ തിരുവല്ലയിൽ നിന്ന് എന്തായാലും പോകാം എന്ന് വിചാരിച്ചു. അങ്ങനെ ബസ്സൊക്കെ കയറി ഇതേ കാറ്റൊക്കെ കൊണ്ട് എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും നല്ല പ്ലാൻ ഉണ്ടായിരുന്നു. കുറേ വീഡിയോസൊക്കെ എടുത്ത് വെക്കണം എന്നൊക്കെ. പക്ഷെ ഒന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. കാരണം രാവിലെ തൊട്ട് ഒടുക്കത്തെ മഴയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒടുക്കത്തെ മഴയാണ്, ഒരു രക്ഷയില്ലാത്ത മഴയാണ്. എനിക്കാണെങ്കിൽ ഇങ്ങനെ സൈഡ് സീറ്റൊക്കെ കയറിയിരുന്ന് കുറേ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണമെന്നൊക്കെ ഭയങ്കര ഇതായിരുന്നു. പക്ഷെ നല്ല മഴ പെയ്ത് കാരണം നമ്മൾ എന്താ അതിന് പറയുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ ഒരു സംഭവമൊക്കെ ഇങ്ങനെ താത്തിട്ടായിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നാമത് എനിക്ക് രാവിലെ മഴയത്ത് എണീറ്റ് പോയത് കൊണ്ട് തന്നെ എനിക്ക് ഒട്ടും സെറ്റാകുന്നുണ്ടായിരുന്നില്ല. പിന്നെ എക്സാം എഴുതാതിരിക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രം ഞാൻ പോയതായിരുന്നേ. ആദ്യം ഈ കാണുന്ന വീട്ടിൽ നിന്ന് കണ്ടിട്ട് നമ്മൾ വിചാരിക്കുകയേ വേണ്ട, കുറച്ചങ്ങോട്ട് ഒന്ന് തോർന്നെന്ന് പറയാൻ പറ്റത്തില്ല. ചാറ്റമഴയുണ്ട്, പക്ഷേ ചെറുതായിട്ടൊന്ന് വെയിൽ വന്നു. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെയും ബാക്കി ഫുൾ മഴയായിരുന്നു. നമ്മളങ്ങനെ തിരുവല്ല സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. തിരുവല്ല സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങിയിട്ട് പെട്ടെന്ന് തന്നെ ആലപ്പുഴയ്ക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പം നമ്മൾ ആലപ്പുഴ തിരുവമ്പാടിയിലാണ് ഈ വട്ടയാൽ സ്കൂൾ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ആരും കാണത്തില്ലായിരിക്കും എന്നുവെച്ചാൽ നമ്മുടെ അത്രയും ആൾക്കാർ നമ്മളെ അറിയുന്നുണ്ടായിരിക്കത്തില്ല. പക്ഷേ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ. ഇതെൻ്റെ പുതിയ ബാഗാണ്. ഞാൻ ഈ ഡ്രസ്സ് മീഷോയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തിൽ ലിങ്ക് കാണും, ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിച്ച് നോക്കുക. അത്യാവശ്യം കുഴപ്പമില്ല, പക്ഷേ കണ്ണാടി പോലത്തെ ഒരു ഡ്രസ്സാണ്, എന്നാലും കുഴപ്പമില്ലടാ, അത്യാവശ്യം കാണാനൊക്കെ നല്ല ഡ്രസ്സാണ്. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ ബസ്സിൽ കയറിക്കഴിഞ്ഞ് ഇങ്ങനെ നമ്മുടെ ഫുൾ ലൈഫിനെ പറ്റിയിട്ടും അതുപോലെ നമ്മൾ ഇത്രയും നാൾ നമ്മുടെ കഴിഞ്ഞ ഒരുപാട് കാര്യങ്ങളെക്കുറിച്ചിട്ടും ഇനി ഫ്യൂച്ചർ എന്താകുമെന്നും ബസ്സിൽ കയറി ഇരുന്ന് ആലോചിക്കാനിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കല്ലേ.
ഒരു ഹെഡ്സെറ്റിൻ്റെ കുറവും കൂടെ ഉണ്ട്. ഹെഡ്സെറ്റ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ കേടായിപ്പോയി, ഞാൻ എടുക്കാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കേടായിപ്പോയി, ചേട്ടൻ്റെ ആണെങ്കിൽ എടുത്തുകൊണ്ട് പോകാനായിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു. സാധാരണ എൻ്റെ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബസ്സിൽ കയറുക, ഹെഡ്സെറ്റ് വെക്കുക, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പാട്ട് വെച്ചിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അതാണ് എൻ്റെ സ്ഥിരം പരിപാടി. ഞാൻ കുറേ നേരം ഇങ്ങനെ എന്തൊന്നുമില്ലാതെ ഇങ്ങനെ ആലോചിച്ചിരുന്നു, ഫുള്ളിങ്ങനെ സെഡ് അടിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. പിന്നെ അമ്മയോട് കുറച്ച് നേരം കഥ പറഞ്ഞു. പിന്നെ രാവിലെ ഇറങ്ങിയത് കൊണ്ടും അതുപോലെ നല്ല മഴയാണ്, തണുപ്പുമാണ്, അത് കാരണം കുറച്ച് നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇതിപ്പോൾ ഞാൻ അഭിനയിക്കുന്ന അമ്മയുടെ കയ്യിൽ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പിന്നെ അല്ലാതെയും കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. കുറച്ച് നേരം ഉറങ്ങി എണീറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്തോ ആകെ ഒരു മന്ദതയായിരുന്നു എനിക്ക്. അമ്മയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരുന്നുണ്ട്. പക്ഷേ ബസ്സിൽ ഞങ്ങൾ രണ്ട് മാത്രമുള്ളത് കാരണം അമ്മയ്ക്ക് ബസ്സിൽ ചെന്ന് ഉറങ്ങാൻ പേടിയാണ്. പക്ഷേ എനിക്കങ്ങനെ കുഴപ്പമില്ല. നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കൂടുതലും ഞാൻ ഇങ്ങനെ ബസ്സിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഫോൺ പിടിക്കുന്ന ആ ഒരു വീഡിയോസ് മാത്രമേ കൂടുതലായിട്ടും കാണാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം നല്ല മഴയായിരുന്നു. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോസ് ഒന്നും അല്ലാതൊന്നും എടുക്കാനായിട്ടൊന്നും പറ്റിയിട്ടും ഉണ്ടായിരുന്നില്ല. രാവിലെ ആണെങ്കിൽ ഫുള്ള് തിരക്കുമായിരുന്നു, നല്ല മടിയുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എഴുതിയിട്ടുണ്ട് പഠിച്ച വീഡിയോസും കാര്യങ്ങളും ഒന്നും എനിക്ക് എടുക്കാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ രാവിലെ ഫുഡും പോലും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ ഒരു കടയിൽ കയറിയിട്ടായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ വേറൊന്നും കഴിക്കാൻ വേണമെന്നില്ലായിരുന്നു. അത് കാരണം ഞങ്ങൾ രണ്ടുപേരും ഏത്തയ്ക്കാപ്പമായിരുന്നു കഴിച്ചത്. പിന്നെ ബിസ്ക്കറ്റും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേറെ എന്തോ സാധനം കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ മറന്നുപോയി. പിന്നെ നമ്മൾ അവിടെ വന്ന് ഇറങ്ങിയിട്ടായിരുന്നു കഴിച്ചത്. ആലപ്പുഴ തിരുവമ്പാടിയിൽ വന്ന് ഇറങ്ങിയിട്ടായിരുന്നു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടുന്ന് നേരെ മറ്റേ വട്ടയാൽ സ്കൂളിലേക്ക് ഒരു ഓട്ടോ വിളിച്ചിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ആ ഓട്ടോയിലുള്ള ചേട്ടനാണെങ്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ST കോളേജിൻ്റെ അവിടെ പോയി ഇറങ്ങിയാൽ മതി, അവിടെ നിന്നാണ് എളുപ്പം തിരിച്ച് പോകാനെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ഇവിടെ പഠിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഇത് വട്ടയാൽ എന്ന് പറയുന്ന സ്കൂളാണ്. എനിക്ക് ഇന്ന സ്കൂളിൻ്റെ കറക്റ്റ് പേര് ഞാൻ മറന്നുപോയടാ. നല്ല സ്കൂളാണ്. ഞാൻ 2 എക്സാം PSCയുടെ ഇപ്പം ഇത് 2ാമത്തെ എക്സാം. അതുപോലെ ഞാൻ ഹൈക്കോടതിൻ്റെ ഒരു എക്സാം എഴുതാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു ആലപ്പുഴ. പക്ഷേ ഞാൻ ഇത്രയും എക്സാം എഴുതാൻ ആകെ 3 എക്സാമേ എഴുതിയുള്ളൂ. എന്നാലും 2-3 എക്സാം എഴുതാൻ പോയൊരിത് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഈ ഒരു സ്കൂളിൽ വന്നപ്പോഴാണ് പഴയ ഒരു സ്കൂൾ മെമ്മറീസൊക്കെ മനസ്സിലോട്ട് ഇങ്ങനെ ഭയങ്കരമായിട്ട് വന്നതും. ആ പഴയ സ്കൂൾ ഡേയ്സൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഒരു മിസ് ചെയ്യുന്ന മാതിരത്തൊരു ഇത് വന്നത് എനിക്കിങ്ങനെ ഈ ഒരു സ്കൂളിൽ വന്നപ്പോഴാട്ടോ. വേറെ ഞാൻ സ്കൂളിൽ പോയ സമയത്തൊന്നും എനിക്ക് അങ്ങനെ വലിയ ഇതൊന്നും തോന്നിയിട്ടൊന്നും ഇല്ലായിരുന്നു. ജസ്റ്റ് എക്സാം എഴുതാൻ പോകുന്നതായിരുന്നു. പക്ഷേ ഈ ഒരു സ്കൂളിൽ പോയ സമയത്ത് എനിക്കെന്തോ ആ ഒരു മഴ ഫുള്ളിങ്ങനെ പഴയ സ്കൂളിൽ പഠിച്ച സമയത്ത് ആ ഒരു ഓർമ്മകളും കാര്യങ്ങളും, ഫ്രണ്ട്സ്, മഴ നനഞ്ഞ് ക്ലാസ്സിലിരിക്കുന്നത്. എനിക്ക് കൂടുതലും ഒരു 1ാം ക്ലാസ് തൊട്ട് 4ാം ക്ലാസ് വരെയുള്ള ആ ഒരു ടൈമാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കുറവ് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഒരു 7ാം ക്ലാസ് ആ ഒരു ടൈമിലേക്ക് കുറേ ഇങ്ങനെ മഴയത്ത് നമ്മൾ ക്ലാസ്സിൽ ബാത്റൂമിലൊക്കെ പോകുന്നതും അങ്ങനത്തെ കുറേ സംഭവങ്ങളായിരുന്നു എനിക്ക് ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിച്ച് കുറേ നേരം ഞങ്ങളിങ്ങനെ അവിടെ ഇവിടെ എല്ലാം നടന്നിട്ടുണ്ടായിരുന്നു. കാരണം മഴയായിരുന്നു കാരണം ഭയങ്കരമായിട്ട് നനഞ്ഞടാ, ഫുള്ള് ദേഹവും നനഞ്ഞ്, അതുപോലെ ചെരുപ്പ് ഷൂ ഒക്കെ നല്ലപോലെ നനഞ്ഞ്. പിന്നെ അവിടെ ഒരു ഓഡിറ്റോറിയത്തിൽ കയറിയിരുന്നിട്ടുണ്ടായിരുന്നു. എനിക്കിവിടെ കയറിയപ്പോഴാണ് എനിക്ക് കുറച്ചും കൂടെ നല്ല ഭയങ്കരമായിട്ട് നമ്മുടെ പണ്ടത്തെ ഓർമ്മകളെല്ലാം കൂടി ഇങ്ങനെ വന്ന് ഒരു വല്ലാത്തൊരു വിഷമം. എനിക്കാണെങ്കിൽ പഠിക്കാനും പറ്റുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അവിടെ ഇരുന്നിട്ട്. ഞാൻ പിന്നെ കുറച്ച് നേരം ഫോണിനകത്ത് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരുന്നു. കുറച്ച് നേരം ഇരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും ഉറക്കം വരുന്നുണ്ടായിരുന്നു. ഇതൊന്നും അധികം ആൾക്കാരൊന്നും ഇല്ലാത്തിരുന്ന സമയത്ത് എടുത്തതായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ കയ്യിലൊരു വലിയ കാട്ടം കൊതുക് കടിച്ച് ഇരിപ്പുണ്ടായിരുന്നു. ഞാൻ അതിനെ നൈസായിട്ട് കൈ വെച്ചത് എന്താ ഒരു സാറ്റിസ്ഫാക്ഷൻ ഇങ്ങനെ അടിച്ച് കൊന്നപ്പോഴത്തേക്കും. അധികം ആൾക്കാരൊന്നും വന്നിട്ടില്ലായിരുന്നു. ഞങ്ങളായിരുന്നു ഫസ്റ്റ് അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞങ്ങളും പിന്നെ വേറെ ആരും അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ സ്കൂളിലുള്ളതാണോ എന്താണെന്നറിയത്തില്ല. അപ്പം ഞങ്ങൾ 2ാമത് ചെന്നിട്ടുണ്ടായിരുന്നു. എക്സാം എഴുതാൻ വന്നവരുടെ കൂട്ടത്തിൽ ഞങ്ങളാണ് ഫസ്റ്റ് വന്നത്. അങ്ങനെ പിന്നെ എക്സാമൊക്കെ എഴുതി. അതും അമ്മയുടെ പോസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് അങ്ങനെയൊന്നും ഇല്ല. ഞാൻ പിന്നെ എടുത്തതല്ല ഇത് വിചാരിച്ചിട്ട് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇടുന്നതാണ്. വെറുതെ ഇങ്ങനെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ നേരം ഫോൺ പിടിച്ചുകൊണ്ടിരിക്കുന്നതല്ലാതെ ഈ ഒരു വീഡിയോയിൽ പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇല്ല. അങ്ങനെ നമ്മൾ തിരിച്ച് പോകുന്ന നേരം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഇങ്ങോട്ട് വന്ന ടൈമിലൊരു പുള്ളി പറഞ്ഞിട്ടുണ്ടായിരുന്നു ST കോളേജിൻ്റെ അവിടെ
പോയി നിന്നിട്ട് ബസ് കയറുന്നത് അന്നേരം എളുപ്പമാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ST കോളേജിൻ്റെ അവിടെ പോയി നിന്നിട്ടായിരുന്നു ബസ് കയറിയിട്ടുണ്ടായിരുന്നത്. എനിക്കിനിയും ആഗസ്റ്റ് 9 കൂടെ എക്സാമുണ്ട്. അതും ആലപ്പുഴ ഇവിടെ ST കോളേജിൻ്റെ ആ ഒരു സ്ഥലത്ത് അവിടെ എവിടെയോ തന്നെയാണ്. സ്കൂളിൻ്റെ പേര് ഞാൻ മറന്നു പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് പോയപ്പോഴത്തേക്കും ഞാൻ നല്ല രീതിയിൽ ടയേർഡായിട്ടുണ്ടായിരുന്നു. എനിക്ക് തീരെ വയ്യാത്തൊരു ഇതായിപ്പോയി. എന്നാ ഇതിൽ ആ ഒരു മഴയുടെയോ ഒക്കെ ആയിരിക്കാം ഭയങ്കരമായിട്ട് എന്തോ നല്ല രീതിയിൽ ടയേർഡായി. കാരണം ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. വിശപ്പില്ലായിരുന്നു ഒന്നാമത്തെ കാര്യം. ബിസ്ക്കറ്റും പിന്നെ വേറെ എന്താണ്ടും കൂടെ തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ വണ്ടിയിൽ കയറിക്കഴിഞ്ഞ്. നല്ല മഴയായിരുന്നു. അത് കാരണം ആ സംഭവമൊക്കെ താത്തിട്ടായിരുന്നു. എൻ്റെ പ്രതീക്ഷകൾ മുഴുവൻ തെറ്റിപ്പോയി. പിന്നെ ഒരു ജ്യൂസൊക്കെ വാങ്ങിച്ച് കുടിച്ചിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. ഇതിപ്പോൾ തിരുവല്ല സ്റ്റാൻഡിലാണ്. തിരുവല്ലയിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എന്തോ ഒരു ആശ്വാസം. അടുത്തതിന് നമ്മുടെ ചെങ്ങന്നൂരാണല്ലോ, വീട്ടിൽ പോകാമല്ലോ എന്നുള്ളൊരു സാധനം. അപ്പോൾ നമ്മൾ ചെങ്ങന്നൂർ വന്നിറങ്ങി. ഇവിടെ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് എന്തോ സ്വർഗ്ഗം കിട്ടിയൊരു സന്തോഷമാണ്. വീട്ടിൽ പോകാമല്ലോ എന്ന്. ഇപ്പോഴും മഴയൊന്നും തോർന്നിട്ടില്ല, നല്ല മഴയാണ്. പിന്നെ ഞാൻ അധികം ക്ലിപ്സും കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ലടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാവേ. ബൈ.